മാനസാന്തരം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് മാനസാന്തരപ്പെട്ടോ ഇല്ലേ എന്ന് അറിയേണ്ടത് ഫലങ്ങളെ കൊണ്ടാണ്. മാനസാന്തരത്തെ ചോദിച്ച ഫലങ്ങളെന്ന് പറയണത് ഇപ്പം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പെറുക്കാറുണ്ടോ എന്ന് പറഞ്ഞില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം മുൾച്ചെടിയായിട്ട് തുടരണം, അതുപോലെ തന്നെ ഞെരിഞ്ഞിലായിട്ട് തുടരണമെന്നാണ്. അങ്ങനെ അല്ല ബൈബിൾ ഉപദേശിക്കണത്. അതായത് മുൾച്ചെടിയുടെ സ്വഭാവങ്ങൾ മാറണം, ഞെരിഞ്ഞിൻ്റെ സ്വഭാവം മാറണം. ചീത്ത വൃക്ഷം ചീത്തഫലം നൽകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം ചീത്ത വൃക്ഷം എന്നും ചീത്തയായിട്ട് നിന്നാൽ മതിയോ? അതാണ് വിഷയം. പക്ഷേ മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മുള്ള് കായ്ക്കുന്നവൻ ഇനിമേൽ മുള്ള് കായ്ക്കാതിരിക്കട്ടെ എന്നല്ല എൻ്റെ അർത്ഥം. അവൻ സ്വഭാവത്തിൽ മോഷ്ടാവാണ്. പക്ഷേ ആ മോഷ്ടാവ് ദൈവത്തിലേക്ക് വന്നു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ പോയി അധ്വാനിക്കണം. അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യണം? അവൻ്റെ ആവശ്യത്തിനും അധ്വാനിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ ആവശ്യത്തിനും കൂടി സഹായിക്കുമ്പോഴാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങളാകണത്.